ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാങ്കോയിലെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. ഓക്കെ, ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയൊരു പ്രോജക്റ്റിനെ ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യില്ലേ. അപ്പോൾ ആ മൊഡ്യൂൾസിനെ പറയുന്നവരാണ് ജാങ്കോയിൽ അതിനെ പറയുന്നവർ ആപ്ലിക്കേഷൻസ് എന്നാണ്. ഓക്കെ, അപ്പം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതായത് ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യും, അതിൽ ഷിപ്പിംഗ്, പേയ്മെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓരോ ആപ്ലിക്കേഷൻസാണ് ജാങ്കോൻ്റെ കോൺസെപ്റ്റിൽ. അതിന് ഇപ്പം ഷിപ്പിംഗ് ആണെങ്കിൽ ഷിപ്പിങ്ങിൻ്റെതായ ടെംപ്ലേറ്റ്സ് ഉണ്ടാവും, HTML കണ്ടൻറ്റ്, വേറെ CSS സ്റ്റൈലിംഗ് എക്സെട്ര ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പം എന്തുണ്ടാവും, അതിൻ്റെ ഡാറ്റാബേസും അതിൻ്റെ ടേബിൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒക്കെ ആ സെക്ഷനിൽ. ഓക്കെ, അതിൻ്റെ കാര്യങ്ങൾ മൊത്തം ആ സെക്ഷനിൽ. അങ്ങനെ ഇപ്പോൾ പേയ്മെൻറ്റ്സ് എടുത്താൽ പേയ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ. അപ്പം അതാണ് ഈ ആപ്ലിക്കേഷൻ്റെ കോൺസെപ്റ്റ്. അപ്പം നമ്മളെ ഈ ഒരു ടു ഡു ലിസ്റ്റിന് അതുപോലെ ഒരു കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ കോർ എന്നുള്ള ഒരു കോർ ഭാഗം, ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഭാഗം എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കാം. ഓക്കെ, അപ്പം ഒരു പുതിയൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കാനുള്ള കമാൻഡാണെന്ത്, പൈത്തൺ manage.py സ്റ്റാർട്ട് ആപ്പ്, ദെൻ ആപ്പിൻ്റെ പേര് ഞാൻ പറഞ്ഞു കോർ. ആപ്പിൻ്റെ പേര് എന്തും കൊടുക്കാം, നമ്മളിവിടെ ലോജിക്ക് അനുസരിച്ച് കോർന്ന് കൊടുത്ത്. ഓക്കെ, നമ്മളൊരു ആപ്പ് തുടങ്ങിയാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട്, സെറ്റിങ്സിൽ പോയിട്ട് ഇൻസ്റ്റാൾഡ് ആപ്സ് എന്നുള്ള സെക്ഷനിൽ ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ജാങ്കോയോട് നമ്മൾ പറയണം. അപ്പം ജസ്റ്റ് കോർ, ഞാനിങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു, ട്രെയിലിങ് കോമട്ട് കൊടുക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് കാണാം, ഒരു ആപ്പ് ഉണ്ടാക്കിയ ഒരു സ്ട്രക്ചർ ഇവിടെ വന്നിട്ടുണ്ടാകും. കോർ എന്നുള്ളൊരു പുതിയ ഫോൾഡറിൽ, മൈഗ്രേഷൻസ് എന്നുള്ള വേറെ ഫോൾഡർ, കുറച്ച് കാര്യങ്ങൾ, മോഡൽസ്, വ്യൂസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ പറയും. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഒരു മൊഡ്യൂൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആ ഒരു മൊഡ്യൂളാണ് ചെയ്യേണ്ടത്. അപ്പം അതിൻ്റെ വ്യൂസും അതിൻ്റെ ടെംപ്ലേറ്റ്സൊക്കെ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ നമ്മൾ ടെംപ്ലേറ്റ്സ് പുറത്തല്ലേ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഹോമും അപ്ഡേറ്റൊക്കെ ശരിക്കും അവിടെ വരേണ്ട, കോറിൽ വരേണ്ടതാണ്. ബേസ് എന്നുള്ളത് പിന്നെ നമുക്ക് ബേസ് എന്നുള്ളത് പൊതുവെ എല്ലാ ടെംപ്ലേറ്റ്സിനുള്ള ബേസ്മെൻ്റാണ് എല്ലാത്തിലും വരുന്നത്. ഇവിടെ നമുക്ക് 2 ഉള്ളെങ്കിലും വേറെ ഇനി സെപ്പറേറ്റ് ആപ്സ് ഉണ്ടായിരുന്നെങ്കിൽ അതിനും ടെംപ്ലേറ്റ്സിൻ്റെ ബേസ് ഈ ബേസ് തന്നെയാണ്. അപ്പം ഈ ബേസ് നമുക്ക് പുറത്ത് തന്നെ ഇടാം. ബാക്കി 2 ഈ ഹോമും അപ്ഡേറ്റും, അത് രണ്ടും ആക്ച്വലി എവിടെ വരേണ്ടതാണ്, ഈ കോറിൻ്റെ ഉള്ളിൽ. കാരണം അത് കോറിൻ്റെ ഉള്ളിൽപ്പെട്ട ഭാഗങ്ങളാണ്. അപ്പം നമ്മൾ കോറിൻ്റെ ഉള്ളിൽ ടെംപ്ലേറ്റ്സ് എന്നുള്ള ഒരു ഡയറക്ടറി ഉണ്ടാക്കുക. അതിൻ്റെ ഉള്ളിലോട്ട് ഈ ഹോമിനും അപ്ഡേറ്റിനും നമ്മൾ ഇടുക. ഓക്കെ, അപ്പം അത് രണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ടെംപ്ലേറ്റ്സിനെ പറ്റി പറഞ്ഞപ്പോൾ ടെംപ്ലേറ്റ്സ് നമ്മൾ ഏതെങ്കിലും ഫോൾഡർ ആഡ് ചെയ്താൽ നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് പറയണം എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ സെറ്റിങ്സിൽ ടെംപ്ലേറ്റ്സിൽ നമ്മളിവിടെ ഡെർസിൽ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ഇവിടെ ടെംപ്ലേറ്റ്സ് ആഡ് ചെയ്തപ്പം ഇത് ഇവിടെയാണ് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു. ബട്ട് ഈ ഒരു കേസിൽ അത് ആവശ്യമില്ല. കാരണം ആപ്പ് ഡിർസ് ഈക്വൽ ടു ട്രൂ എന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ സ്പെസിഫിക്, അതായത് നിങ്ങൾ സെറ്റിങ്സിൽ ഇൻസ്റ്റാൾഡ് ആപ്സിൽ സ്പെസിഫൈ ചെയ്ത ഒരാളെ ഉള്ളിൽ, അതിൻ്റെ ഉള്ളിൽ ടെംപ്ലേറ്റ്സ് എന്നുള്ള ഫോൾഡർ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ജാങ്കോക്ക് അത് മനസ്സിലാവും. അതിനാണ് ഈ സെറ്റിംഗ് കൊണ്ട് ട്രൂ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ടെംപ്ലേറ്റ്സ് ഇട്ടാൽ ജാങ്കോക്ക് അതിൻ്റെ ഉള്ളിൽ കൂടി തപ്പണമെന്ന് മനസ്സിലാവും. ഇതിന് പുറമെ ഇതിലൂടെ നമ്മൾ സെർച്ച് ചെയ്യണം എന്നുള്ള കാര്യം ജാങ്കോക്ക് ഓട്ടോമാറ്റിക് മനസ്സിലാവും. അതിനാണ് ഈ ഒരു സെറ്റിംഗ്. ഓക്കെ, ഇനി അടുത്തത് വേണ്ടത് നമ്മൾ URLസും. അപ്പം നമ്മൾ URL ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ, ഈ ഒരു URL, ഇതും ഇവിടെ എല്ലാം മാനേജ് ചെയ്യുന്നുണ്ട്. ഇത് മാനേജ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ, കോറിൻ്റെ ഉള്ളിൽ urls.py എന്നുള്ള ഫയലാണ്. അപ്പോൾ ആ ഒരു ഫയൽ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്, urls.py. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഞാനിപ്പം ഇത് മൊത്തം എടുത്തിട്ട് ഇങ്ങോട്ട് ഇടുകയാണ്. നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ കളയാം. ഇപ്പം ഇത് ജസ്റ്റ് ഞാൻ ഓരോന്നോരോന്നായി കളഞ്ഞു. അഡ്മിൻ വേണ്ട, ജസ്റ്റ് പാത്ത് മാത്രമേ ഇട്ടു. ഓക്കെ, അഡ്മിൻ എന്നുള്ളത് വേണ്ട, അത് അവിടെ ഓൾറെഡി നമ്മൾ ഡിഫൈൻഡ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടേക്ക് വരുന്ന, അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ആപ്ലിക്കേഷനിലൊരു URL അടിക്കുമ്പോൾ, നമ്മളൊരു സൈറ്റ് അടിക്കുമ്പം ആദ്യമായിട്ട് വരുന്ന ഫയൽ പറഞ്ഞാൽ URLs ആണ്. URLs റൂട്ട് ആപ്പിൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്ന ആപ്പിൻ്റെ URLസിലോട്ട്. അപ്പം ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ക്യാച്ച് ചെയ്തിട്ട് നമ്മൾ നമ്മളെ ഉണ്ടാക്കി വെച്ച കോറിൻ്റെ URLസിലോട്ട് റീഡയറക്റ്റ് ചെയ്യിപ്പിക്കണം. അപ്പം അതിന് ഉപയോഗിക്കുന്നതാണ് നമ്മളിപ്പം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇട്ടാൽ പാത്തൊന്നുമില്ല,
എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എല്ലാ പാത്തും, അത് മൊത്തം നമ്മളെ വെബ്സൈറ്റിൽ വരുന്ന എല്ലാ ട്രാഫിക്കും നമ്മളെ എങ്ങോട്ട് റീഡയറക്റ്റ് ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ് ഇൻക്ലൂഡ് എന്നുള്ള കമാൻഡ് വരുന്നത്. ഇൻക്ലൂഡ് എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ അത് ഇമ്പോർട്ട് ചെയ്യുക. django.urls. ഇൻക്ലൂഡ് നമ്മൾ എന്തിനെ ഇൻക്ലൂഡ് ചെയ്യണം? കോർ എന്നുള്ള ആപ്പിൻ്റെ URLsനെ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സൈറ്റിൽ കയറുന്ന ഏത് URL ആണെങ്കിലും നമ്മളെ എവിടേക്ക് റീഡയറക്റ്റ് ചെയ്യും? കോർ എന്നുള്ള ഇതിൻ്റെ ഉള്ളിലോട്ട് റീഡയറക്റ്റ് ചെയ്യും. ഇനി ഇതിൻ്റെ ഉള്ളിൽ വന്നാലോ, നമ്മൾ ആദ്യം ഇവിടെ ഉള്ള പാത്ത് അത് പ്ലസ് ഇവിടെ ഉള്ള പാത്ത്, അതാണ് ഒറിജിനൽ, നമ്മൾ മാച്ച് നോക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനിപ്പം സപ്പോസ് ഇവിടെ /hello ഇങ്ങനെയാണ് കൊടുത്തതെന്ന് വെച്ചോളൂ, /hello. അപ്പം നമ്മൾ ഈ URLsൽ ഞാൻ പറഞ്ഞു ഇവിടെ ഒന്നും കൊടുത്തില്ല എന്ന് വെച്ചാൽ എല്ലാ URLസും ഇങ്ങോട്ട് പോകും. അപ്പം നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് ജസ്റ്റ് ഇവിടെ നോർമൽ സാധാരണ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഹലോ ഇത്രയും ടൈപ്പ് ചെയ്താൽ മതി. ഇനിയിപ്പം ഈ ഒരു URLsൽ ഇവിടെ ഞാൻ ഹലോ എന്നുള്ളത് മാത്രം കണ്ടാൽ, ഹലോ എന്നുള്ള URL കണ്ടാൽ മാത്രം എടുക്കുക പോയാൽ മതി, കോറിലോട്ട് പോയാൽ മതി. അങ്ങനെയാണ് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഞാൻ ഹലോ എന്നടിക്കുകയാണ്, ഈ ഒരു URLാണ് എനിക്ക് കിട്ടേണ്ടതെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ പിന്നെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, കാരണം ഓൾറെഡി ഫസ്റ്റിൽ ഹലോ വന്നതുകൊണ്ടാണ് ഈ കോറിലോട്ട് വന്നത്. അപ്പോൾ പിന്നെ ഹലോ ഓൾറെഡി ഉണ്ട്, പ്ലസ് ഇവിടെ എക്സ്ട്രാ എന്തെങ്കിലും വേണോ? വേണ്ട. ആ രീതിയിലാണ് ഇതിൻ്റെ വർക്കിംഗ്. ഓക്കെ, ഇപ്പം സപ്പോസ് ഞാൻ പറഞ്ഞ ഇ-കൊമേഴ്സിൻ്റെ കാര്യത്തിൽ പേയ്മെൻറ്റ്സ് എന്നുള്ള ആപ്പ് ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് പേയ്മെൻറ്റ്സ് ഉള്ള URL പേയ്മെൻറ്റ്സ് കണ്ടാൽ നേരെ ഇങ്ങോട്ട് പോകണം, പേയ്മെൻറ്റ്സ് എന്നുള്ള ആപ്പിൻ്റെ URLsലോട്ട് അതിനെ റീഡയറക്റ്റ് ചെയ്യിപ്പിക്കുക. ആ ഒരു രീതിയിലാണ് ഈ കോൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ ഇപ്പോൾ സ്പെഷ്യലായിട്ട് നമുക്ക് ടു ഡു എന്നുള്ള ഒരു URL ഒന്നും വേണ്ട, കാരണം ഹോം പേജിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരിട്ട് പാത്ത് കൊടുത്തെന്ന് മാത്രം, ഒന്നും കൊടുത്തില്ല, എല്ലാം ഇങ്ങോട്ട് റീഡയറക്റ്റ് ആവും. ഓക്കെ, നമ്മൾ ഈ ഹോം എന്ന് വെച്ചാൽ നമ്മൾ അഗെയിൻ നമ്മൾ ഇതൊക്കെ മാനേജ് ചെയ്യേണ്ടത്, അതായത് നമ്മൾ വ്യൂസാണിത്. ഈ ഹോം നമ്മൾ വ്യൂസ് എഴുതിയിട്ടുള്ളത് ഇപ്പം ഈ റൂട്ട് ആപ്പിൻ്റെ ഉള്ളിലാണ്. അപ്പം നമ്മളത് കട്ട് ചെയ്തിട്ട് ഓൾറെഡി ഇവിടെ വ്യൂസ് എന്നുള്ള ഫോൾഡർ ഉണ്ട്, നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഈ ഉള്ളിലുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് ഇത് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യും? ഈ വ്യൂസിൽ വന്നിട്ട് ഇവിടെ അത് പേസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി നമ്മളിവിടെ കോറിൻ്റെ URLsൽ നമ്മൾ ജസ്റ്റ് ഹോം എന്ന് പറഞ്ഞാൽ പോരെ, നമ്മൾ ഹോം എന്ന് പറയുമ്പം നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യണം. എന്ത് ചെയ്യണമെങ്കിലും നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം അതിന്. അപ്പം ഇതുപോലെ ഫ്രം core.views, കോർ എന്ന് പറഞ്ഞാൽ ഈ ആപ്പിൻ്റെ ഉള്ളിലുള്ള വ്യൂസിൽ ഹോം എന്നുള്ള ഫങ്ഷൻ നമ്മളിവിടെ വിളിച്ച്. ഓക്കെ, അപ്പം നേരത്തെ പോലെ തന്നെ ഇപ്പം ഫങ്ഷനാലിറ്റി നമ്മളിപ്പം ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് നേരത്തെ പോലെ തന്നെ റിസൾട്ട് കിട്ടും. ഓക്കെ, എന്തോ എറർ ഉണ്ടോ എന്നൊരു സംശയം. ഓക്കെ, നോ മൊഡ്യൂൾ നെയിംഡ് first.views. ഓക്കെ, ലൈൻ നമ്പർ ഇതാ ഇവിടെ എനിക്ക് 21. ഓക്കെ, ഇത് നമ്മളിവിടെ നേരത്തെ നമ്മൾ ഫസ്റ്റിൽ ഇമ്പോർട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് ആ ഒരു എററാണത്. ദെൻ വേറെ ഇവിടെ എററൊന്നുമില്ല, ജസ്റ്റ് റീഫ്രഷ് ചെയ്താൽ അപ്പം നിങ്ങൾക്ക് കാണാം പഴയ പോലെ തന്നെ ആയിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ നമുക്ക് എന്തുണ്ട്, സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഈ കോർ എന്നുള്ള ആപ്പിൻ്റെ ഉള്ളിലാണ് നമ്മളെ വ്യൂസ്, നമ്മുടെ URLs എല്ലാം കൺട്രോൾ ചെയ്യുന്ന അവിടെയാണ്. നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ മോഡൽസ്, അതായത് ഡാറ്റാബേസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഈ models.py ഈ ഒരു ആപ്പിൻ്റെ ഉള്ളിലാണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ടെംപ്ലേറ്റ്സ് ആയിക്കോട്ടെ നമ്മളൊക്കെ ആപ്പിൻ്റെ ഉള്ളിൽ. ഓക്കെ, ഫസ്റ്റിൽ നമ്മൾ ജസ്റ്റ് റൂട്ട് ആപ്പാണ്, അതായത് ജസ്റ്റ് ഇങ്ങോട്ട് കൺട്രോൾസ് ഇടുക എന്നുള്ള ഒരേ ഒരു ഫങ്ഷനാണ് അദ്ദേഹത്തിനുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ജാങ്കോയിൽ ഉള്ളത്. അപ്പം എനിക്ക് കറക്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ കമൻസിൽ പറയുക. കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട് വീഡിയോ, കാരണം ഈ കോൺസെപ്റ്റ് കുറച്ച് കത്താൻ ഇച്ചിരി ടൈം എടുക്കും. നിങ്ങൾക്ക് ഒന്നുകൂടി റിപ്പീറ്റ് അടിച്ച് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലിടുക. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ മോഡൽസ്, ഡാറ്റാബേസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ്.